നിങ്ങളുടെ ഡെയിലി വ്ളോഗ്സ് കാണാൻ നല്ല രസമുണ്ടെന്നും പറഞ്ഞിട്ട് എനിക്ക് 2, 3 മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ നമ്മളുടെ ദിവസവും നടക്കുന്ന ഒരേ കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതൊരു വെറുപ്പിക്കലാവൂലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഇടാത്തത്. പിന്നെ പോവാനാണെങ്കിൽ എവിടെയും ഇല്ല, വെക്കേഷൻ സമയമാണ്. ഒന്നാമത് അതുമല്ല, ചൂട് സമയമാണ്, നമ്മൾ എവിടെയും പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറേ ഇല്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് മുഖമൊക്കെ കഴുകി. അപ്പോൾ ഞാൻ ഈ കലക്കിക്കൊണ്ടിരിക്കുന്നത് വെള്ളാപ്പത്തിൻ്റെ കൂട്ടാണ്, ഇന്നലത്തെ കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി അത് പുറത്തെടുത്ത് വെച്ച് രാവിലെ അത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചുട്ട് കഴിഞ്ഞാൽ അറിയാൻ നന്നാവോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫ്ലാസ്കിൽ വേണ്ട വെള്ളം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ കാപ്പി വെക്കും. അപ്പോൾ വെള്ളാപ്പം ചുടണം. അപ്പോൾ എന്നിട്ട് അച്ഛന് കൊടുക്കണം. അപ്പോൾ ചുട്ട് കഴിഞ്ഞപ്പോൾ നല്ല വെള്ളാപ്പമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും പേടിയാണ്. ഞാൻ ഈ സിങ്കിൽ വെച്ചിട്ടാണ് വെള്ളം ഒഴിക്കാറ്. ഇല്ലെങ്കിൽ അതെങ്ങാൻ മീൻ മറിഞ്ഞാലോ എന്ന് പേടിയാണ്. അതിനുശേഷം ഇന്ന് മുട്ടക്കറി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മുട്ടക്കറിയും വെള്ളാപ്പവും. അപ്പോൾ നമുക്കിന്ന് വേറൊരു സാധനമാണ് കേട്ടോ. കാരണം ഞാനും ലാലോണുമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഷുഗർ കട്ട്, അതായത് അരിഭക്ഷണങ്ങൾ, പഞ്ചസാര ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയാലോ എന്നുള്ളത്. കാരണം എൻ്റെയൊക്കെ തടി കണ്ടാൽ നിങ്ങൾക്കറിയാലോ, ഓവർ വെയിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഈ വെള്ളാപ്പമൊന്നുമില്ല, നമുക്ക് ചപ്പാത്തിയാണ്. അങ്ങനെ ഞാൻ ചപ്പാത്തിക്ക് അവിടെ കുഴച്ച് വെക്കട്ടെ എന്ന് വിചാരിച്ച് ബാക്കി അമ്മയും ഞാനും കൂടെ പരത്തി ചുടാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കുഴച്ച് വെച്ച് പിന്നെ അച്ഛന് ചായയും കൊടുത്ത്. അപ്പോൾ ഇവിടെ ആരും എണീറ്റിട്ടില്ല, പിള്ളേർക്ക് നല്ല ഉറക്കമാണ്. അപ്പോൾ ഈ ചപ്പാത്തി കുഴക്കലിൽ ഞാൻ ഒട്ടും എക്സ്പേർട്ട് അല്ല കേട്ടോ. കാരണം എനിക്ക് ഒട്ടും അറിഞ്ഞൂടാത്തൊരു ജോലിയായിരുന്നു ഇവിടെ എത്തുന്ന സമയത്ത് ചപ്പാത്തി. ഇവിടെയാണെങ്കിൽ ഞാൻ വന്ന സമയത്ത് വൈകുന്നേരം എല്ലാവരും ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കുന്നത്. ആ സമയത്ത് ഭവീച്ചുള്ളത് കൊണ്ട് ഞാൻ തട്ടിമുട്ടി അങ്ങോട്ട് രക്ഷപ്പെട്ടു. പക്ഷേ ആ സമയത്തും പിന്നെ എനിക്ക് ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. പിന്നെ ഞാൻ ഡെലിവറി ഗർഭിണി ആയ സമയത്ത് എനിക്ക് ഷുഗർ വന്നപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് ചപ്പാത്തി ചുട്ട് പഠിച്ചത്. അപ്പോൾ എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ആ സമയത്ത് എൻ്റെ അമ്മയ്ക്കും ചപ്പാത്തി ചുടുന്നത് അറിഞ്ഞൂടാ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ചുടുകയെ നിവൃത്തിയുള്ളൂ. അങ്ങനെയാണ് ഞാൻ ചപ്പാത്തി ചുട്ട് പഠിച്ചത്. ഇപ്പോഴും ഞാൻ വലിയ എക്സ്പേർട്ട് ആയി എന്നൊന്നും പറയുന്നില്ല. എന്നാലും തട്ടിമുട്ടി ഞാനിപ്പോൾ ചപ്പാത്തി ചുടും. അതിനുശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. അതിനിടയിൽ ഞാൻ പാല് കാച്ചി വെച്ചിട്ടുണ്ട് നമുക്ക് തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മുറ്റത്തേക്കിറങ്ങി. മുറ്റത്ത് ഇതിനുള്ളിലൊക്കെ അടിക്കുമ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ്. കാരണം പാമ്പിൻ്റെ ന്യൂസുകൾ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. അപ്പോൾ എവിടെയാ എങ്ങനെയാ ഉണ്ടാവുകയെന്ന് പറഞ്ഞൂടാ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വന്ന് പിന്നെ നമ്മളിതാ അകം അടിച്ചു വാരാണ്. അകം അടിച്ചു വാരി തുടച്ചും കൂടെ കഴിഞ്ഞാൽ എൻ്റെ രാവിലത്തെ പണികൾ അങ്ങോട്ട് തീർന്നു. രാവിലെ ഈ മലക്കുത്തം മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാം. അതാണ് ഏറ്റവും വലിയ സുഖമുള്ളത്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാൽ മതി. ഉച്ചക്കത്തത് പിന്നെ ഉപ്പേരിക്കും ബാക്കിയൊക്കെ അമ്മയാണ് ആക്കുക. അപ്പോൾ പിന്നെ ഫുൾ ടൈം ഫ്രീ ആണ് കേട്ടോ. രാവിലെ പക്ഷേ കുറച്ച് നേരം ഇങ്ങനെ ടാസ്ക് ആണ്. അപ്പോൾ വസ്കുട്ടൻ അവിടെ ഒരു പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓൻ്റെ കയ്യിൽ എന്തോ കുറിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ആകെ വേർത്തൊലിച്ചിട്ടുണ്ട്. ഭയങ്കര ചൂടല്ലേ. പക്ഷേ ഈ സമയത്ത് ജോലി കഴിഞ്ഞാൽ അത്രയും സമാധാനം. സാൻവി ആണെങ്കിൽ എണീറ്റില്ല കേട്ടോ. കാരണം ഞാൻ 2, 3 വിളി വിളിച്ചിട്ടും ഓള് കറങ്ങി തിരിഞ്ഞ് ഫാന് കറങ്ങും പോലെ ഇങ്ങ് താഴോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അടുക്കളയിൽ ആദ്യം ഒന്ന് ലൈറ്റ് ഇട്ടു. പിന്നെ കറണ്ടിൻ്റെ ബില്ലൊക്കെ ആലോചിച്ചപ്പോൾ നേരെ അതങ്ങ് ഓഫാക്കി. പിന്നെ അടുത്ത പരിപാടി പല്ല് തേക്കുക എന്നുള്ളതാണ്. എല്ലാവരും ചിലപ്പോൾ രാവിലെ എണീറ്റ ഉടനെ പല്ല് തേക്കും. പക്ഷെ ഞാൻ അങ്ങനെ തേക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് എന്തൊക്കെയോ ആകും. ഞാൻ കുളിക്കാൻ പോകുമ്പോഴാണ് പല്ല് തേക്കുക. പിന്നെ വന്നിട്ട് ചായ കുടിക്കും. ബ്രഷ് ചെയ്യുന്നതിനിടയിൽ ലാലൂട്ടൻ എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടികളാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് തലങ്ങും വിലങ്ങും ക്യാമറ വെച്ചിട്ട് ബ്രഷ് ചെയ്യാണ്. ഇതൊക്കെ കണ്ടിട്ട് ലാലൂട്ടൻ എന്തൊക്കെയോ കോമഡികൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഈ പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ച വെക്കുന്നത് എന്നുള്ളത്. അങ്ങനെ അതിന് ശേഷം നമ്മൾ പാലാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് മോരൊഴിച്ച് കൂട്ടി ഞാനതൊരു കുപ്പിയിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പിള്ളേർക്ക് കൊടുക്കാൻ നല്ലതാണ്. എപ്പോഴും ഉണ്ടാക്കണമെന്നായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ മടിയാണ് എല്ലാത്തിനും കാരണം. മടി കാരണം ഞാനിതൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്ന് നല്ല മൂഡായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ആഹാ, എന്തൊരാശ്വാസം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഭയങ്കര ആശ്വാസമാണ് കേട്ടോ ഈ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ. ഇത് കഴിഞ്ഞ് ചായയും കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. പിള്ളേരുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ ഞാൻ അടുത്ത പരിപാടി ചായ കുടിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചപ്പാത്തിയും മുട്ടക്കറിയാണ്. ഈ ചപ്പാത്തി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഫുഡായിരുന്നേ. പക്ഷേ ഇപ്പം നമുക്കത് കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചായയൊക്കെ കുടിച്ചു. പക്ഷേ ഞാൻ ഗർഭിണിയായ സമയം മുതൽ എനിക്ക് ചപ്പാത്തിയോട് ഇഷ്ടം വന്നിട്ടുണ്ടായിരുന്നേ. ആ സമയത്ത് എനിക്ക് ചപ്പാത്തി മാത്രമേ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ഷുഗർ ലെവൽ ഹൈ ആയിരുന്നു. ആ സമയം മുതലാണ് ഞാൻ ചപ്പാത്തി കഴിച്ചു തുടങ്ങിയതെന്ന് പറയാം. അതും വസുവിനെ ഗർഭിണിയായിരുന്ന സമയത്ത്. സാൻവിൻ്റെ സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മയും ഞാനും ലാലോടനും കൂടെ ഇരുന്നിട്ട് നന്നായിട്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ച് അതിനുശേഷം പിന്നെയുള്ള പരിപാടി ഈ പിള്ളേരെ മേയ്ക്കുക എന്നുള്ളതാണ്. എന്താ പിള്ളേർ കളി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു 1, 1.5 പണിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ലാലോട്ടം
പോവാൻ നോക്കുമ്പോഴത്തേക്കും ബസ് മുന്നിൽ പോയി നിന്നിട്ടുണ്ട്. ഞാനും വരുന്നെന്നുള്ള രീതിയിൽ. പിന്നെ ഓനെ പിടിച്ച് അകത്ത് കയറ്റി ഒരു കരച്ചിലും പിടിച്ചിലൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരുന്നു. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കും. വൈകുന്നേരം ആവും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ശരി. പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.